നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന മീൻ കറി ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് കൊഞ്ചിട്ട് വെച്ചത്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റൈൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാവേ. ഈ എണ്ണയിലോട്ട് കുറച്ച് വലിയ ജീരകം, കടുക്, ഉലുവ ഇത് മൂന്നും കൂടെ ഒന്ന് പൊട്ടിക്കണേ. എന്നിട്ട് അതിലോട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് ഒരു തക്കാളിയും ഒരു 2-3 പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് മഞ്ഞപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇതിന് അത്യാവശ്യം നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ല പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കാണ് കൊഞ്ച് ആഡ് ചെയ്യാൻ. കൊഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് കൊഞ്ചിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അത്യാവശ്യം നല്ലപോലെ 5 മിനിറ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് കറി ഒന്ന് ഒരുവിധം സെറ്റാവും. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ 1ാം പാലും കൂടെ ആഡ് ചെയ്ത് മേളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ ഒരു നുള്ള് ഗരം മസാല ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് കറി നല്ല കുറുകിയിരിക്കും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് മറ്റു മീനൊക്കെ വെക്കാം. പക്ഷേ പെരിഞ്ചീരകവും ഗരം മസാലയും ഒന്നും ആഡ് ചെയ്യത്തില്ല. പിന്നെ അതേപോലെ പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്യാൻ. എന്നിട്ടും വേണം മീനിടാൻ. ഇത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ കറി വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല പോലെ ചോറുണ്ണാം. ഇരട്ടി ചോറുണ്ണാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റോടെ ഉണ്ണാം അത്ര തന്നെ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത